നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. കാർഡുകളൊന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ റോസ് സെലക്ട് ചെയ്തോളൂ. ഇത് റെഡ് ആണ്, ഇത് യെല്ലോ, ഇത് ലാവൻഡർ, വൈറ്റ്. ഇത് സെലക്ട് ചെയ്തോളൂ നിങ്ങൾ. എന്നിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. കുറെ നാളായി ഏഞ്ചൽ മെസ്സേജ് നോക്കിയിട്ട്. തുടങ്ങാം അല്ലേ? അപ്പൊ റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് ഈ റീഡിങ് കാണുക. ഈ റീഡിങ് കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആവും. അപ്പൊ നിങ്ങളുടെ കറണ്ട് ആള് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആള്, കറണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലുള്ള ആള് നമുക്ക് നോക്കാം. തുടങ്ങുകയാണ്. ചുമന്ന കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി ഞാൻ 6 കാർഡ് എടുക്കും. ഇത് ട്രൂ ലവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 2, ഓക്കെ. ഇവിടെ വന്നിട്ടുള്ളത് ട്രൂ ലവ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണ്. പക്ഷെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇതിനു മുമ്പുള്ള റിലേഷൻഷിപ്പിന്റെ പോലെ ആയിരിക്കില്ല ഈ വ്യക്തി. ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയ ആളായിരിക്കും, നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒരു ചാൻസ് കൊടുക്കൂ എന്നാണ് പറയുന്നത്. അടുത്തത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ ഡിസൈഡ് ചെയ്ത് ഇതാണ് എന്റെ ആള് നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിയോട് പ്രകടിപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ ആള്. നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. അപ്പോ വേറൊരു കാര്യം വെച്ചാൽ എനിക്ക് റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല, എപ്പോഴും എനിക്ക് പ്രശ്നമാണ്, അപ്പൊ എനിക്കതുകൊണ്ട് സ്നേഹിക്കാൻ പേടിയാണ് എന്നൊരു മനസ്സാണ് നിങ്ങളുടെ. യൂണിവേഴ്സ് പറയും നിങ്ങളൊരു ചാൻസ് എടുക്കും. നിങ്ങൾ യു ഡിസേർവ് ലവ് എന്നാണ്. നിങ്ങൾ സ്നേഹിക്കാൻ അർഹതയുള്ള ആളാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാനുള്ള അർഹതയുള്ള ആളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ വ്യക്തിയെ കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് കുറെ പേരുണ്ട്, അവരോട് സംസാരിക്കുക, അവരുടെ ഹെൽപ്പ് എടുക്കണം. പിന്നെ ഗോ ഹെയർ ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ടെസ്റ്റ്. എന്നിട്ട് ഈ വ്യക്തിയോട് തുറന്ന് പറയുക. ഈ വ്യക്തി നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ ഇത്തിരി ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ വ്യക്തിയോട് കുറച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ വ്യക്തി അവരുടെ ശരിക്കുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയും എന്നാണ് പറയുന്നത് കേട്ടോ. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈ നിലയിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. വളരെ നല്ല ട്രൂ ലവ് എന്നാണ് പറയുന്നത്. ഞാൻ ആക്കി പറയുന്നല്ല, നോക്കി കാണാൻ പറ്റും. ട്രൂ ലവ് എന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ആള് എന്നാണ് പറയുന്നത്. സ്ത്രീ ആവാം പുരുഷനാവാം എനിക്കറിയില്ല, എന്തായാലും വളരെ നല്ലതാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒന്നും മീൻസ് റിലേഷൻഷിപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ റിലേഷൻഷിപ്പ് പിന്നെ നമുക്ക് ഫ്രീ ആയി ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊരു ചിന്ത. നമ്മുടെ റിലേഷൻഷിപ്പ് വരുന്നതിന്റെ ഉദ്ദേശം അതാണ്. എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു ഫീലിംഗ് നമുക്ക് വരില്ലേ, അതാണ്. ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇത് സ്വീകരിക്കാൻ റെഡി ആവുക. വ്യക്തി തരുന്ന സ്നേഹം സ്വീകരിക്കാൻ റെഡി ആവണം. ഇതുവരെ നിങ്ങൾ റെഡി ആയിട്ടില്ല, നിങ്ങളുടെ ഉള്ളിലൊരു പേടിയില്ലെന്നാണ് പറയുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അത് വിട്ട് കളയുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ റീഡിംഗ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. 6 കാർഡ് എടുക്കും നമ്മള്. ഇവിടെ നിങ്ങളിപ്പോ ഒരാളുടെ റിലേഷൻഷിപ്പിലാണ്, ഇത് സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇയാളെ സ്നേഹിക്കാം.
വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ ഒരു എൻഗേജ്മെന്റ് ഒത്തു വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പക്ഷെ സ്വതവേ ഒരു നിങ്ങളെ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്നേഹിക്കാൻ പേടിയാണ്. കാരണം നാളെ എന്താണ് അഗാധമായിട്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചത്, നാളെ ഈ വ്യക്തി പോയിക്കളയും, വേറെ പെൺകുട്ടിയെ കണ്ടുപോയി, വേറെ ആൺകുട്ടിയെ കണ്ടുപോയി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത എല്ലാവരും ഉള്ളിലുണ്ട്. കാരണം നമ്മളുടെ ലോകം വളരെ ചുരുങ്ങി, അല്ലെ? ഉഗാണ്ടയിലുള്ള ആളെ നമ്മൾക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കാമെന്ന അവസ്ഥയായി. നമുക്ക് പണ്ട് ഉഗാണ്ട എന്ന് പറഞ്ഞാൽ ഉഗാണ്ട എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊരു അന്തം വെള്ളമായിരുന്നു. ഇപ്പൊ അതല്ല. നോളജ് കൂടി, ആൾക്കാരുടെ കണ്ട് സംസാരിക്കുന്നത് കൂടി, അപ്പൊ കൂടുതൽ എക്സ്പോഷർ ആയി. ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ദൂരെയുള്ള ഒരാളുമായിട്ട് നമുക്ക് കണക്ഷൻ വെക്കാവുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും മുന്നിൽ പേടിയാണ്. ഞാൻ വളരെ അതുകൊണ്ട് തന്നെ പേടി, നമ്മൾ പകുതിയെ സ്നേഹം കൊടുക്കുള്ളൂ, പകുതി പിടിച്ചു വെക്കും. മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവൻ തകർന്നു പോവില്ലേ എന്നാണ് പലരും എന്നോട് ചോദിക്കാറ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളും. അല്ല, ഇത് പറയുന്നത് ഇത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്. ഇത് തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അതുപോലെ തന്നെ ഈ ആളെ വിശ്വസിക്കാം, സ്നേഹിക്കാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇനിയിപ്പം ഈ വ്യക്തി ദൂരെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഗേജ്മെന്റ് വരെ എത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എൻഗേജ്മെന്റ് പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ട് ഇത് നടക്കൂല, രണ്ട് ജാതിക്കാരാണ്, രണ്ട് മതങ്ങളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ തന്നെ പല വിഭാഗമുണ്ട്, അതിനകത്ത് ആരോ ആണ്, ഹിന്ദുക്കളാണെങ്കിൽ പല വിഭാഗത്തിലുള്ളതാണ്, മുസ്ലിംസ് ആണെങ്കിൽ അതൊക്കെ ഇതെങ്ങനെ നടക്കുമെന്ന് ടെൻഷൻ. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ സ്നേഹിക്കാം. ഈ വ്യക്തി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരാള്, അല്ലെങ്കിൽ ഒന്ന് തുറന്ന് പറയാൻ ഒരാള്, അതാണ് ഈ വ്യക്തി. പേടിക്കണ്ട, ഇത് എൻഗേജ്മെന്റിലേക്ക് പോകും ഈ റിലേഷൻഷിപ്പ് കേട്ടോ. എല്ലാവരുടെയും സൗകര്യത്തിലല്ലെങ്കിലും നിങ്ങളുടെ രണ്ടുപേരും തീരുമാനത്തിൽ ചിലപ്പോൾ ഇത് എൻഗേജ്മെന്റ്, എന്തായാലും എൻഗേജ്മെന്റ് ഉണ്ടാവും. പക്ഷെ വീട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ചില സമയത്ത് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ കിട്ടുമ്പോൾ നമ്മളത് വിട്ടുകളയരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് പറയും ഇതാണ് നിന്റെ ആളെന്ന്. പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്കൊരു ഡൗട്ട്, അല്ലെ ഇത് നടന്നില്ലെങ്കിലോ, എങ്ങനെ നടക്കാനത്, അയ്യോ ഇങ്ങനത്തെ ഒരു ആളുടെ മകളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളുടെ മകനാണ്, എങ്ങനെ എന്നെ കല്യാണം കഴിക്കും എന്നൊരു ചിന്ത വേണ്ട. ഇത് നല്ലതാണെന്നാ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ റീഡിംഗ് എടുത്ത് യെല്ലോ സെലക്ട് ചെയ്തവരോടും ദൈവം പറയുന്നത് നീ സ്നേഹിച്ചോളൂ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കിത് രണ്ട് റീഡിംഗ് ഇഷ്ടമായി. അപ്പോ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. വിശ്വസിക്കണം, ശരിക്കും പറയില്ലേ, വിശ്വാസം അതാണ് എല്ലാം, സത്യമാണത്. നമ്മൾ ഇപ്പൊ ഒന്നിനും കൊള്ളൂലാത്ത ഒരാളാണ്, അത് ആ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ആ കാര്യം നടക്കും. അതില് നമ്മൾ ആദ്യം വിശ്വസിക്കും. അപ്പോ ലാവൻഡർ മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ ലവ് മെസ്സേജസ് ആണ്, ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാന് ഓം നമ ശിവായ. അപ്പൊ ഇനി മൂന്നാമത്തവരെ നോക്കുന്നത് ഭഗവാന് ഓം നമ ശിവായ. അത് ഇങ്ങോട്ട് തന്നു. അതിന് കാര്യമുണ്ട്. നോക്കട്ടെ, ഒരു നാല് കാർഡും കൂടെ നമുക്ക്. താങ്ക് യു ഈ രണ്ട് കാർഡ് ഓൾറെഡി തന്നതിന്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാർഡാണ്. ഇവിടെ വളരെയധികം കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കരിയറിനും ഫിനാൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എനർജി ഉണ്ട്. നിങ്ങൾ ആ എനർജി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്ന ഒരാളായിരിക്കണം. സ്ത്രീ ആണെങ്കിൽ ഫ്യൂച്ചറിൽ എന്നെ ജോലി ചെയ്യാൻ, എന്റെ ജോലി റിസൈൻ ചെയ്യാനൊന്നും പറയരുത്. എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി ഫോറിനിലുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്നെ കൊണ്ടുപോകണം, എനിക്ക് അവിടെ ജോലി ചെയ്യണം, ഫ്യൂച്ചറിൽ ഒരു പണമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഫൈൻ. അപ്പോ ഇവിടെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആള് നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളായിരിക്കില്ല കേട്ടോ. അതേ ഒരു ഇതിലുള്ള ആളായിരിക്കില്ല, വേറെ മതത്തിലുള്ള ആളായിരിക്കും. ആ ആളായിരിക്കാം നിങ്ങളെ ചുറ്റിപ്പറ്റി ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലെ ചിലപ്പോൾ അച്ഛനും അമ്മയും വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾക്ക്, എന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതവും അങ്ങനെ ആയി പോവുള്ളൂ. അപ്പോ ആ ഒരു പേടി നിങ്ങളെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കരിയർ നോക്കണം എന്നുള്ള നുണ പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണങ്ങളൊക്കെ വിട്ട് കളയുന്നത്. മനസ്സിലായോ? അതുമല്ല, നിങ്ങളുടെ മനസ്സിൽ വേറെ മതത്തിലുള്ള ആരോ ഒരാൾ കയറി ഇരിപ്പുണ്ട്, അതും തുറന്നു പറയാൻ പേടിയില്ല. പക്ഷെ ഇത് ഇപ്പോ അതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കല്യാണാലോചനകൾ വന്നെങ്കിലും ഒരു പുതിയ ആള്, അത് അന്യമതത്തിലുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നില്ല കല്യാണം നടക്കണമെങ്കിലും, പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതൊരു പുതിയ ലവ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാം ഒത്തു വരുന്നാലേ കല്യാണം കഴിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ എന്താ പറയാ വീട്ടുകാരെ ആലോചിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് ഇന്ന ക്രൈറ്റീരിയ ഉണ്ട്, ഇന്ന എന്റെ മതത്തിലായിരിക്കണം, അങ്ങനെയാണ് ചേനയാണ് തേങ്ങയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളുമായിട്ടുള്ള ചിലപ്പോൾ രണ്ട് മതത്തിലുള്ളവരായിരിക്കാം വീട്ടുകാരെ സമ്മതിക്കില്ല, നാട്ടുകാരെ സമ്മതിച്ചു, അവരൊക്കെ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തൽക്കാലം വീട്ടുകാർ കയറുന്ന കല്യാണമുള്ളവരൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. രണ്ട് കാര്യമാണ്. ഒരാൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അയാള് ഓൾറെഡി വേറെ മതത്തിൽപ്പെട്ട ആളാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫാമിലിയിൽ ഇങ്ങനത്തെ ഫാമിലി മാരേജിൽ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയില്ല, എനിക്കും ആ പണി കിട്ടുമോ, അത് എത്രത്തോളം മാറ്റി വെക്കാം, ഇനി എന്തെങ്കിലും എനിക്ക് ഒരാള് എല്ലാം ഒത്തു വന്നാല് കല്യാണം കഴിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധനം നടക്കും. അപ്പൊ നിങ്ങൾ വെറുതെ സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ടാവും. ഈ വ്യക്തിയെ ഒന്ന് സ്നേഹിക്കാൻ, ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാം നമ്മളുടെ മതത്തിലെ ആൾക്കാരാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയില്ല. എല്ലാത്തിലും മതത്തിലും ഉണ്ട് നല്ലവരും ചീത്തവരും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരും. അപ്പൊ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ മതത്തിലല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരണ്ട. അതിന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതിൽ നിന്ന് ഒഴിവാകുക. നമ്മുടെ മമ്മിയും ഡാഡിയും ഒന്നും പെർഫെക്റ്റ് അല്ല. അവർക്ക് പറ്റിയ തരത്തിൽ അവർ ജീവിച്ചു, നമ്മളത് കണ്ട് പേടിച്ച് വേണ്ട ജീവിതം വേണ്ട, വിവാഹ ജീവിതം വേണ്ട എന്ന് പറയുന്ന അർത്ഥമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ആള് നിങ്ങളുടെ മതത്തിൽ അല്ലെങ്കിലും നല്ല ആളാണ്. അപ്പൊ നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ട, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വർക്ക് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് മൂന്നാമത്തെ ലാവൻഡർ സെലക്ട് ചെയ്തവരുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമൊക്കെ മാറ്റി വെക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതോടെ ഞാൻ ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജസ് ഇവിടെ തീർക്കുകയാണ്. ആർക്കെങ്കിലും ഒക്കെ റെസനേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല. നമ്മളുടെ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.